ഒരാളുടെ വെയിറ്റും ഹൈറ്റൊന്നുമല്ല അയാൾക്ക് ഏത് ബൈക്ക് ഓടിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിൻ്റെ പവർ ഡെലിവറി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഹൈവേസിലാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഫ്ലിക്ക് ചെയ്ത് കൊണ്ടെടുക്കാൻ പാകത്തിനുള്ളൊരു ബൈക്കാണ്. മൊത്തത്തിൽ എനിക്ക് ഒരു ബൈക്കിൻ്റെ ബാഡ് സൈഡായിട്ട് പറയാൻ തോന്നിയ കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ, റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ആ ഒരു ബൈക്കിൻ്റെ ക്ലാസി ഡിസൈനും ഹെവി ബിൽഡും കൂടാതെ ഒരു ബ്രൂട്ടൽ എക്സൽ സൗണ്ടൊക്കെയാണ്. കാണുമ്പോൾ തന്നെ ഒരു റോയൽ ഫീൽ നൽകുന്ന ഒരു ബൈക്സിൻ്റെ സീലിരിക്കുമ്പോൾ തന്നെ നമുക്കെന്തോ ഒരു റൈഡിങ് ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരു ചേഞ്ച് വന്ന രീതിക്കാണ്. റോയൽ എൻഫീൽഡിൻ്റെ ബൈക്സ് പൊതുവെ ടോർക്ക് ബേസ്ഡ് മെഷീൻസാണ്. അതുകൊണ്ട് തന്നെ സിറ്റി റൈഡിലായാലും ഹൈവേ ക്രൂസിങ്ങിലായാലും ഇവിടെ പുള്ളിംഗ് പവർ വളരെ മികച്ചതാണ്. നമ്മുടെ യാത്രാ കംഫർട്ട് കുറച്ച് കൂട്ടാനായിട്ട് ഇത്തരം ബൈക്ക് സൈഡിൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് കുറച്ച് സോഫ്റ്റ് സൈഡ് സസ്പെൻഷൻസ് ആയിരിക്കും നമ്മൾ നൽകിയിട്ടുണ്ടാവുക. പക്ഷേ ഒരു ഹൈ സ്പീഡിലേക്ക് അല്ലെങ്കിൽ ഒരു 60-ന് മുകളിലേക്ക് എത്താൻ നേരത്തെ ഇത്തരം ബൈക്കുകൾ കുറച്ച് നന്നായിട്ട് വൈബ്രേഷൻസും കാണാറുണ്ട്, പ്രത്യേകിച്ച് ഒരു ഹാൻഡിൽ ബാർ, ഫുഡ് പെഗ്സ് ആ ഒരു സൈഡിലേക്ക്. എന്നിരുന്നാലും ഇതൊന്നും ഈ ഒരു ബൈക്കിൻ്റെ കുറവുകളല്ല. ഇതിൻ്റെ ആ ഒരു വൈബ്രേഷനിലും ആ ഒരു സൗണ്ടിലൊക്കെയാണ് ഈ ഒരു ബൈക്കിൻ്റെ ജീവൻ തന്നിരിക്കുന്നത്. ഈ ഒരു ജീവൻ്റെ തുടുപ്പിനെ മനസ്സിലാക്കി ഈ ഒരു ബൈക്കിനെ വികാരമാക്കി കൊണ്ടുനടക്കുന്ന കുറേ റൈഡേഴ്സ് നമുക്കിടയിൽ തന്നെയുണ്ട്. നമ്മുടെ കൺട്രി റോഡ്സ്, അതുപോലെ തന്നെ മൗണ്ടൻ കർവ്സ്, കോസ്റ്റൽ ഹൈവേസ് എന്നിവിടങ്ങളിലൊക്കെ ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ബൈക്സ് നൽകുന്ന ഒരു വൈബ് അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു പുതിയ ബൈക്ക് വാങ്ങാൻ ആലോചിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ക്ലാസി ലിപ്സ്, അതുപോലെ സ്റ്റേബിളായിട്ട് ക്രൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ടൈംലെസ് ഡിസൈൻ എന്നിവയൊക്കെയാണ് വേണ്ടതെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകൾ പൂർണ്ണമായും കൺസിഡർ ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ്. എന്തായാലും ഒരു ബ്രാൻഡിൻ്റെ ഓരോ മോഡലുകൾക്കും ഓരോ സ്പെഷ്യൽ ഫീലുണ്ട്. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മോട്ടോ നോയ്സ് മലയാളത്തിൻ്റെ പുതിയൊരു ബൈക്ക് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2024 മോഡൽ റോയൽ എൻഫീൽഡ് ഹണ്ടർ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഴയും കാര്യങ്ങളായതുകൊണ്ട് തന്നെ വണ്ടിയിൽ അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ റോഡ്സ്റ്റർ ബൈക്കായിട്ടുള്ള ഹണ്ടറാണ്. റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഒരു ഒതുങ്ങിയ ബൈക്ക് എന്ന് തന്നെ വേണം ഇതിനെ പറയാനായിട്ട്. ഇവനിപ്പോൾ നിരത്തിലേക്ക് എത്തിയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും കണ്ട് വളരെ പരിചിതമുള്ള ഒരു ബൈക്കായിരിക്കും അത്. പഴയ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് സ്റ്റാൻഡേർഡ് ബൈക്സൊക്കെ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പലരും പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്. അത്യാവശ്യം തണ്ടും തടിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് റോയൽ എൻഫീൽഡിൻ്റെ ബൈക്സ് എന്നതൊക്കെ. പക്ഷേ ആ ഒരു ചിന്താഗതിയെ മാറ്റി നിർത്തുന്ന തരത്തിൽ അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞവർക്കോ അല്ലെങ്കിൽ മെലിഞ്ഞവർക്കൊക്കെ ആയിട്ട് നിഷ്പ്രയാസം കൊണ്ടുനടക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കാണ് ഹണ്ടർ. ഞാൻ ഒരിക്കലൊരു ബോഡി ഷേമിങ് രീതിയിൽ പറഞ്ഞൊന്നുമല്ല, ഒരാളുടെ വെയിറ്റോ ഹൈറ്റൊന്നുമല്ല അയാൾക്ക് ഏത് ബൈക്ക് ഓടിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് ബൈക്ക് ഓടിക്കണം എന്നുള്ള ആഗ്രഹങ്ങളും നമ്മുടെ സ്കില്ലിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. 800 mm ആണ് ഈ ഒരു ബൈക്കിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹൈറ്റ് കുറവുള്ളവർക്കും വളരെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് എഫർട്ട്ലെസ് ആയിട്ട് ഈ ഒരു ബൈക്കിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. സിറ്റി ബേസ്ഡ് ലൈഫ് സ്റ്റൈലിനെ ടാർഗറ്റ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ബൈക്കാണിത്. യൂത്തിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു കോമ്പാക്ട് ലുക്കും ടൈറ്റ് ഫ്രെയിമും ഒരു അഗ്രസീവ് സ്റ്റൈലിങ്ങൊക്കെയാണ് കമ്പനി ഒരു ബൈക്കിന് നൽകിയിരിക്കുന്നത്. ബൈക്കിൻ്റെ മുൻഭാഗം നോക്കുമ്പോൾ തന്നെ റൗണ്ട് ഹെഡ്ലാമ്പ് യൂണിറ്റാണ് ഈ ഒരു ബൈക്കിനുള്ളത്. ബൈക്കിൻ്റെ റെട്രോ ഫീൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മിനിമലിസ്റ്റ് ഡിസൈൻ ലാംഗ്വേജിൻ്റെ ഭാഗമായിട്ട് ഒരു സ്കൾപ്റ്റഡ് മഡ്ഗാർഡും ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സും ടെലസ്കോപ്പിക് ഫോർക്സും ഈ ഒരു ബൈക്കിൽ ഉൾപ്പെടുന്നുണ്ട്. അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ് ബൈക്കിനുള്ളത്. ബൈക്കിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ബൈക്ക് അല്പം മസ്കുലറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ലുക്ക് നൽകാനായിട്ട് ആ ഒരു ടാങ്കും അതുപോലെ തന്നെ ആ ഒരു സിംഗിൾ പീസ് സീറ്റും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബൈക്കിൻ്റെ റിയർ സൈഡിൽ നിന്നുള്ള ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ബൈക്കിൻ്റെ ആ ഒരു ഷോർട്ട് ടെയിൽ സെക്ഷനും റൗണ്ട് ടെയിൽ ലാമ്പും അതുപോലെ ആ ഒരു ചങ്കി ഗ്രാബ് റെയിലെല്ലാം ബൈക്കിന് നല്ലൊരു സ്പോർട്ടി ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യാൻ തരത്തിലുള്ള പെയിൻറ്റ് ഫിനിഷും വെൽഡിങ് ക്വാളിറ്റിയൊക്കെയാണ് ഈ ഒരു ബൈക്കിലുള്ളത്.
349.34 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു ബൈക്കിന് കരുത്ത് നൽകുന്നത്. ഇത് 20.2 bhp 6100 RPM-ലും 27 Nm ടോർക്ക് 4000 RPM-ലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. റോയൽ എൻഫീൽഡിന്റെ ക്രൂസർ ബൈക്കുകളിൽ കണ്ടുവരുന്ന തരത്തിലുള്ള ലോങ് സ്റ്റോക്ക് എഞ്ചിനാണ് ഈ ഒരു ബൈക്കിനും കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു ലോ എൻഡ് ആൻഡ് മിഡ് റേഞ്ച് പഞ്ച് നൽകുന്ന ഒരു എഞ്ചിൻ കൂടിയാണിത്. ഈ ബൈക്ക് ഒരിക്കലും ഒരു ഹൈ സ്പീഡ് ക്രൂസിന് വേണ്ടിയോ അല്ലെങ്കിൽ ടോപ്പ് സ്പീഡിന് വേണ്ടിയിട്ടോ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബൈക്കല്ല. എന്നിരുന്നാലും നമ്മുടെ വീഡിയോ കാണുന്നവരിൽ പലരും ആ ഒരു ബൈക്കിൻ്റെ റിയൽ വേൾഡ് പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നറിയാൻ കൂടി വേണ്ടിയിട്ടായിരിക്കും ഒരു വീഡിയോ കാണാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിൻ്റെ പവർ ഡെലിവറി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ളൊരു ഗിയർ ബോക്സാണ് ബൈക്കിനുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ളൊരു ക്ലച്ച് ഫീലൂടെയാണുള്ളത്. ഒരു 60 മുതൽ 80 km/h വരെ എന്നുള്ളതാണ് ഈ ഒരു ബൈക്കിൻ്റെ സ്വീറ്റ് സ്പോട്ടായിട്ട് വരുന്നത്. ഈ ഒരു വേഗതയിൽ അത്യാവശ്യം ബൈക്കിൻ്റെ സൗണ്ടൊക്കെ കേട്ട് സമാധാനത്തോടുകൂടി ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ചൊരു ബൈക്കാണ് റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടർ 350 എന്നത്. അത്യാവശ്യം നല്ല ബൈറ്റുള്ള നല്ലൊരു ബ്രേക്കിംഗാണ് കമ്പനി ഒരു ബൈക്കിന് നൽകിയിരിക്കുന്നത്. 181 കിലോയാണ് ഈ ഒരു ബൈക്കിൻ്റെ വെയിറ്റ് വരുന്നത്. എന്നിരുന്നാലും റൈഡർക്ക് യാതൊരു രീതിക്ക് അത് ഫീൽ ചെയ്യുന്നില്ല. എത്ര വെയിറ്റുള്ള ഒരു ബൈക്കാണെന്ന് ഒരിക്കലും റൈഡർക്ക് ഫീൽ ചെയ്യാത്ത രീതിക്കാണ് ഈ ഒരു ബൈക്കിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഒരു സ്പോർട്സ് ബൈക്ക് എന്ന രീതിക്ക് ട്രാഫിക്കിലാണെങ്കിലും ഹൈവേസിലാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഫ്ലിക്ക് ചെയ്ത് കൊണ്ടെടുക്കാൻ പാകത്തിനുള്ളൊരു ബൈക്കാണ്. സീറ്റിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ റൈഡറിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ അത്യാവശ്യം വീതി കുറച്ച്, വില്ലിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു സീറ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്യാവശ്യം ലോങ് റൈഡ്സിലേക്കൊക്കെ ഉതകുന്ന തരത്തിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണിത്. റോയൽ എൻഫീൽഡിന് ബാക്കിയുള്ള ക്രൂയിസിംഗ് ബൈക്കുകളെ വെച്ച് നോക്കുമ്പോൾ ഇതിന് അത്യാവശ്യം ഹാർഡർ ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഏകദേശം 30-നും 35-നും ഇടയ്ക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു ബൈക്കിന് മൈലേജ് വരുന്നത്. ബൈക്കിൻ്റെ മെയിൻ്റെനൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുന്ന ഒരു ബൈക്കാണിത്. 5000 കിലോമീറ്ററാണ് ഈ ഒരു ബൈക്കിൻ്റെ സർവീസ് ഇൻ്റർവെൽ വരുന്നത്. ഏകദേശം 1500-നും 3000-നും ഇടയ്ക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു ബൈക്കിൻ്റെ നോർമൽ സർവീസ് കോസ്റ്റ് വരുന്നത്. പിന്നെ എക്സ്ട്രാ പാർട്സിന് വേറെ ക്യാഷ് ഉണ്ടാവും. കൂടാതെ എടുത്തു വരേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ ഒരു ബൈക്കിൻ്റെ ഓണർ ഈ ഒരു ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ്സിൽ RGB ലൈറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് ബൈക്കിന് ഫ്രണ്ട് ഫേസിൽ നിന്ന് തന്നെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ലുക്ക് നൽകുന്നുണ്ട്. മാത്രമല്ല സ്റ്റോക്ക് എക്സോസ്റ്റ് മാറ്റിയിട്ട് ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ലൗഡായിട്ടുള്ളൊരു എക്സോസ്റ്റാണിത്. പിന്നെ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് കമ്പനി ഒരു ബൈക്ക് ഇറക്കിയിട്ടുള്ളത്? മെയിൻലി യങ്സ്റ്റേഴ്സിനും അതുപോലെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ടാണ് കമ്പനി ഒരു ബൈക്ക് ഇറക്കിയിട്ടുള്ളത്. ഡെയിലി കമ്മ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ മികച്ചൊരു ബൈക്കാണിത്. ഇതിൻ്റെ കോമ്പാക്ട് ഡിസൈനും കുറഞ്ഞ വെയിൽ ബേസൊക്കെ സിറ്റി ട്രാഫിക്കിൽ ഈ ഒരു ബൈക്കിനെ മാനേജ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ബൈക്ക് ബയേഴ്സിന്, അതായത് കുറച്ച് ബൈക്കൊക്കെ ഓടിച്ച് സ്വന്തമായിട്ടൊരു ബൈക്ക് പുതിയതായിട്ട് വാങ്ങിക്കുന്നവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയൊരു ബൈക്കാണിത്. കൺട്രോളബിൾ ആയിട്ടുള്ളൊരു ടോർക്കും അതുപോലെ തന്നെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ബ്രേക്കിംഗാണ് ഈ ബൈക്കിനുള്ളത്. കൂടാതെ വീക്ക് റൈഡ്സും അതുപോലെ തന്നെ ഷോർട്ട് റൈഡ്സും ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് വളരെ മികച്ചൊരു ബൈക്കായിരിക്കും ഇത്. മാത്രമല്ല പണ്ടത്തെ ബുള്ളറ്റ് ക്ലാസിക് ബൈക്കുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു ബൈക്കിൻ്റെ ഹെവി വെയിറ്റ് കാരണം അത് ഒഴിവാക്കി നിർത്തുന്നവർക്ക് ഈ ഒരു ബൈക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു ബൈക്ക് കുറച്ച് ലൈറ്ററാണ്, സീറ്റ് ഹൈറ്റ് കുറവാണ്. മാത്രമല്ല പണ്ടത്തെ ആ ഒരു ബുള്ളറ്റിലൊക്കെ ഫീൽ ചെയ്ത് നമുക്ക് കിട്ടിയിരുന്ന ആ ഒരു റൈഡ് ഫീലും സൗണ്ടൊക്കെ ഈ ഒരു ബൈക്കിലേക്ക് മാക്സിമം കമ്പനി ഇൻവോൾവ് ആക്കിയിട്ടുണ്ട്. ഏതൊരു വസ്തു ആയിക്കോട്ടെ, ഒരു ബൈക്ക് ആയിക്കോട്ടെ, അതിനൊരു നല്ല സൈഡും ഒരു ചീത്ത സൈഡും ഉണ്ടാവും. അത്തരത്തിൽ എനിക്ക് ഒരു ബൈക്കിൻ്റെ ബാഡ് സൈഡായിട്ട് പറയാൻ തോന്നിയ കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ ഇതൊരു ബൈക്കിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. കുറച്ച് ഓഫ് റോഡൊക്കെ എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഇത് നമുക്ക് കൂടുതലും ഫേസ് ചെയ്യുള്ളൂ. മാത്രമല്ല ബൈക്കിൻ്റെ സസ്പെൻഷൻ നല്ല ഹാർഡാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു കുഴി പോലും പെട്ടെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം ഫ്ലിക്ക് ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റിയൊരു ബൈക്കാണ്. എന്നിരുന്നാലും ചെറിയ കോർണറിലേക്ക് എടുക്കുമ്പോഴും പെട്ടെന്ന് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് പോകുന്നൊരു ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ബൈക്കിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ബൈക്കിൻ്റെ സ്റ്റാൻഡ് കുറച്ച് ഹാർഡാണ്. ഒന്ന് ഓയിൽ ചെയ്താൽ റെഡി ആവുന്നതേ ഉള്ളൂ. ഞാൻ ഈ ഒരു ബൈക്ക് സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് സ്റ്റാൻഡ് തട്ടാൻ നേരത്തെ ഈ കൂടുതൽ ബെല്ല് അവിടെ കൊടുക്കേണ്ടതായിട്ട് വന്നു. അന്നേരം കാലിൻ്റെ കാഫിൻ്റെ ഭാഗം ചെന്നിട്ട് എഞ്ചിൻ്റെ ഒരു സൈഡിൽ തട്ടി പൊള്ളാൻ ഇട വന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഹാർഡായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്മൂത്താക്കാൻ നോക്കാം. ഈ ഒരു സിറ്റുവേഷൻ ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുകയും ചെയ്യട്ടോ. 2025 പുതിയ ഹണ്ടറിനെ കമ്പനി നിരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2024 മോഡലും 25 മോഡലും തമ്മിൽ ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. 2024 മോഡലുകളിൽ ഹാലജൻ ഹെഡ്ലൈറ്റ്സാണ് കമ്പനി ഉൾക്കൊള്ളിച്ചെങ്കിൽ 2025 മോഡലിലേക്ക് വന്നപ്പോൾ LED ഹെഡ്ലൈറ്റ്സ് കമ്പനി അതിനകത്ത് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഹിമാലയനിലൊക്കെ കണ്ട രീതിക്കുള്ള ഒരു ഹെഡ്ലൈറ്റ്സാണ് ഈ ഒരു ബൈക്കിന് ഇപ്പോൾ കമ്പനി കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു വരേണ്ട ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ മെക്കാനിക്കൽ സൈഡിൽ നിന്നുള്ളതാണ്.
വണ്ടിക്കിപ്പോൾ സ്ലിപ്പർ ക്ലച്ച് അവൈലബിൾ ആണ്. അത് മികച്ചൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ സ്ലിപ്പർ ക്ലച്ചിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? സ്മൂത്തറായിട്ടുള്ള പുള്ളിന് വേണ്ടി മാത്രമല്ല, ഹാർഡായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട സമയത്ത്, അതായത് ഒരു 4th ഗിയറിൽ പോയിക്കൊണ്ടിരുന്ന സിറ്റുവേഷനിൽ നമുക്ക് 2nd ഗിയറിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ റിയർ വീലിനെ ലോക്ക് ആവാതെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണിത്. പിന്നുള്ളൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്നാണ്. റിയർ സസ്പെൻഷൻ കുറച്ചുകൂടെ സോഫ്റ്റ്വെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബൈക്ക് കിട്ടുന്നതിനനുസരിച്ച് പുതിയ ഹണ്ടറിൻ്റെ വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഏകദേശം 1,84,000 മുതൽ 2,22,000 വരെയാണ് ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസ് റേഞ്ച് നിൽക്കുന്നത്. എന്തുകൊണ്ടും നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു മെഷീനാണിത്. അപ്പോൾ നമ്മുടെ 2024 മോഡൽ 100-350 വിശേഷങ്ങളോട് അവസാനിക്കുകയാണ്. നമ്മുടെ ഏക പ്രചോദനം എന്നുള്ളത് നിങ്ങൾ തരുന്ന സപ്പോർട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു ബൈക്കിൻ്റെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടുന്നതായിരിക്കും. ദിസ് ഈസ് വിശാല വിജയൻ സൈനിങ് ഓഫ് ഫോർ മോട്ടോർ ന്യൂസ് മലയാളം. താങ്ക് യു. തിരിഞ്ഞു നോക്കിയാലോ നെഞ്ചത്തേക്കാന്ന് തോന്നുന്നു. ഒരു കഴപ്പ് ചെറുതായിട്ട് മാറി. കയറിക്കോ, ഏത് കയറി. വണ്ടിയുടെ ഒച്ച ഒന്നും ഇല്ലടേ.